കെ.സി. വേണുഗോപാലിന്റെ ഹർജിയിൽ ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രനെതിരെ മാനനഷ്ടത്തിന് കേസെടുക്കാൻ കോടതി ഉത്തരവ്. ആലപ്പുഴ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് ഷാന ബീഗമാണ് ഉത്തരവിട്ടത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്തെ ശോഭാ സുരേന്ദ്രന്റെ പരാമർശങ്ങൾക്കെതിരെയാണ് കെ.സി. വേണുഗോപാൽ കോടതിയെ സമീപിച്ചത്. യു ഷൈജു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. യു ഷൈജു, എന്താണ് ഈ വാർത്തയുടെ വിശദാംശം? അജി, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് സത്യത്തിന്റെ കണിക പോലുമില്ലാത്ത അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് കെ.സി. വേണുഗോപാലിനെ അപകീർത്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ശോഭാ സുരേന്ദ്രൻ ഒരു മാധ്യമത്തിന് അഭിമുഖം നൽകി എന്നാണ് കെ.സി. വേണുഗോപാലിന്റെ പരാതി. ഇതുന്നയിച്ച് മാനനഷ്ടത്തിന് കേസ് നൽകിക്കൊണ്ട് കോടതിയെ സമീപിക്കുകയായിരുന്നു കെ.സി. വേണുഗോപാൽ. പൊതുസമൂഹത്തിൽ വ്യക്തിഹത്യ നടത്താനും ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും ശോഭാ സുരേന്ദ്രൻ ബോധപൂർവം ശ്രമം നടത്തിയെന്നും നുണ പിൻവലിച്ച് മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടാണ് കെ.സി. വേണുഗോപാൽ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നത്. എന്നാൽ നിശ്ചിത സമയപരിധി കഴിഞ്ഞിട്ടും മാപ്പ് പറയാൻ കൂട്ടാക്കാത്ത ശോഭാ സുരേന്ദ്രനെതിരെ ആലപ്പുഴ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വേണുഗോപാൽ ഹർജി ഫയൽ ചെയ്തു. ഈ ഹർജി പരിഗണിച്ചാണ് ഇപ്പോൾ കേസെടുക്കാൻ ഉത്തരവ് ഇട്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ തന്നെ MLA ആയ മാത്യു കുഴൽനാടൻ, ആർ സനൽകുമാർ, അഡ്വക്കേറ്റ് കെ ലാലി ജോസഫ് എന്നിവർ മുഖേനയാണ് കെ.സി. വേണുഗോപാൽ കോടതിയെ സമീപിച്ചത്. ഒരുവിധ തെളിവിന്റെയും പിൻബലമില്ലാതെ ശോഭാ സുരേന്ദ്രൻ തുടർച്ചയായി കെ.സി. വേണുഗോപാലിനെതിരെ ആരോപണം ഉന്നയിച്ചതിനെതിരെയാണ് ക്രിമിനൽ നടപടി പ്രകാരം മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. സംഭവവുമായി ബന്ധപ്പെട്ട ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ നേരത്തെ തന്നെ കെ.സി. വേണുഗോപാൽ ശോഭാ സുരേന്ദ്രനെതിരായി പരാതിയും നൽകിയിരുന്നു. ഇതെല്ലാം പരിഗണിച്ചാണ് കോടതി ശോഭാ സുരേന്ദ്രനെതിരെ മാനനഷ്ട കേസെടുക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത്. AICC ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ MP-യുമായ കെ.സി. വേണുഗോപാലിന്റെ ഹർജിയിൽ മേൽ എടുത്തിട്ടുള്ളത് സംസ്ഥാനത്ത് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വീണ്ടും വഴിവെക്കും എന്ന കാര്യം ഉറപ്പാണ്.